പാടിക്കുട്ടി അന്തർജനം. ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. പാടിക്കുട്ടി അന്തർജനം കടുത്ത ശിവഭക്തയായിരുന്നു. കുട്ടികളില്ലാത്ത വിഷമം നന്നായി ഉണ്ടായിരുന്ന പാടിക്കുട്ടി അന്തർജനം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ വിഷമങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ അത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാനും തോന്നിയില്ല. പിറ്റേന്ന് അന്തർജനം കടവിൽ നീരാട്ടിന് പോയപ്പോൾ പച്ചത്തെങ്ങോലയിൽ പൊതിഞ്ഞുള്ള ഒരു കൊട്ട തൻ്റെ നേരെ വന്നു. അതിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആ ആൺകുഞ്ഞിനെ ശിവഭഗവാൻ തന്നതാണെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അയ്യങ്കര ഇല്ലത്തെ പൊന്മകൻ കാട്ടിൽ കാലിമേച്ചും നായാടിയും കഴിയുന്ന താഴ്ന്ന സമുദായക്കാരും പാപങ്ങളുമായി കൂട്ടുകൂടുകയും അവരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം കാടുകളിൽ അമ്പും വില്ലും എടുത്ത് നായാട്ടിന് പോകുകയും പക്ഷിമൃഗാദികളെ ചുട്ടുകഴിച്ച് മനയിലേക്ക് വരുന്നത് പതിവാകുകയും ചെയ്തു. മകന്റെ ഈ പ്രവൃത്തി നമ്പൂതിരി കുടുംബത്തെ കളങ്കപ്പെടുത്തുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. മകന്റെ ഈ പ്രവൃത്തിയുമായി യോജിക്കാൻ കഴിയാതിരുന്ന ഈ രക്ഷിതാക്കളുടെ മുമ്പിൽ ഒരു ദിവസം തീച്ചിതർന്ന കണ്ണുകളുമായി അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന ശ്രീ മുത്തപ്പനായി രക്ഷിതാക്കളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഭഗവാനെ എന്ന് വിളിച്ച രക്ഷിതാക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് മുത്തപ്പൻ അവിടെ നിന്നും യാത്രയായി. കുട്ടികളെയെല്ലാം തുലാഭാരം നടത്തണമെന്ന് ദിശ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിൽ എന്നെയും ഉൾപ്പെടുത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാനും തുലാഭാരം നടത്തി. ഇവിടെ പ്രസാദമായി കിട്ടുന്ന മമ്പയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ചായയൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. ചെറുപ്പകാലത്ത് ഒരുപാട് പ്രാവശ്യം ഇവിടെ സന്ദർശിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രസാദം കഴിക്കാനുള്ള സൗകര്യങ്ങൾ പ്രത്യേകം ഒരുക്കിയതായി ഇവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ സന്തോഷത്തോടെ കഴിച്ച് ഞങ്ങൾ മടപ്പുറയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കേരളത്തിലെ അധ്വാന വർഗത്തിൻ്റെ പഴയ കാലത്ത് തീയർ എന്ന് വിശേഷിക്കപ്പെട്ടവരുടെ ആദ്യകാലത്തെ നായകനാണ് ശ്രീ മുത്തപ്പൻ. കോട്ടയം രാജാവിൻ്റെ വാഴ്ചയിലെ അന്യായത്തിനും നാടുവാഴിത്തത്തിൻ്റെ വർണ്ണപക്ഷപാതത്തിനുമെതിരെ അധസ്ഥിതരെയും തീയരെയും ആദിവാസികളെയും സംഘടിപ്പിച്ച് പോരാടിയ വീരൻ. കാട്ടിലേക്ക് നായാട്ടിന് പോകുമ്പോൾ എപ്പോഴും ഒരു നായയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മടപ്പരയുടെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് നായയെയും നമുക്ക് കാണാൻ കഴിയും. ഈ നിവേദ്യം കഴിഞ്ഞുള്ള പ്രസാദം നായകൾക്ക് കൊടുക്കുന്നത് കൗതുകകരം